അപ്പോൾ ഇതാണ് നമ്മളുടെ മൈസൂരുള്ള കാവേരി കോളേജ് കേട്ടോ. നമ്മുടെ കേരളത്തിലുള്ള ഓൾമോസ്റ്റ് എല്ലാ കുട്ടികൾക്കും അറിയുന്ന ഒരു കോളേജാണ് നമ്മളുടെ കാവേരി കോളേജ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കോളേജിന്റെ ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ഇതാണ് നമ്മളുടെ കോളേജിന്റെ ലാബ് വരുന്നത് കേട്ടോ. ഈ കാണുന്നതാണ് നമ്മളുടെ ഇൻസ്ട്രുമെന്റേഷൻ റൂം വരുന്നത്. അപ്പോൾ കുട്ടികൾക്ക് എല്ലാ രീതിയിലുള്ള പ്രാക്ടീസും ചെയ്യാൻ പറ്റുന്ന ഒരു കോളേജ് തന്നെയാണ്. നമ്മുടെ ക്ലാസ് റൂംസും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെയാണ് കേട്ടോ. കോളേജ് മാത്രം സെപ്പറേറ്റ് ആണ്. ഹോസ്പിറ്റൽ നമുക്ക് വരുന്നത് പുറത്തായിട്ടാണ് വരുന്നത്. പിന്നെ നമുക്കിതിൻ്റെ മെഡിക്കൽ കോളേജ്, ആയുർവേദിക് മെഡിക്കൽ കോളേജ് വരുന്നുണ്ട് കേട്ടോ കാവേരിക്ക്. നോർമലി നമുക്ക് അലോപ്പതി ഹോസ്പിറ്റൽ വരുന്നുണ്ട്, അത് ഇതിൻ്റെ കുറച്ച് അപ്പുറത്തായിട്ടാണ് വരുന്നത്. ഫ്ലോറായിട്ടാണ് നമ്മുടെ കോളേജ് വരുന്നത്. എല്ലായിടത്തും ഒരു ഇൻഫ്രാസ്ട്രക്ചർ തന്നെയാണ് കേട്ടോ. ലാബ്, അതുപോലെ പിന്നെ ക്ലാസ് റൂംസ്, ലൈബ്രറി. ഇപ്പോൾ ഓരോ കോഴ്സിന് ഓരോ രീതിയായിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇവിടെ. ഹോസ്പിറ്റൽ മെഡിക്കൽ കോളേജാണ്, അതായത് ആയുർവേദിക് മെഡിക്കൽ കോളേജാണ്. അലോപ്പതി ഹോസ്പിറ്റൽ ഉണ്ട്, അത് ഈ കോമ്പൗണ്ടിലല്ല, കുറച്ച് അപ്പുറത്തായിട്ടാണ്. ഇതിലൊരു എബോവ് 250 ബെഡ് ഹോസ്പിറ്റലാണ് നമുക്ക് കാവേരിക്കുള്ളത്. ഒത്തിരി മലയാളി സ്റ്റുഡൻസ് പഠിക്കുന്ന ഒരു കോളേജാണ് കേട്ടോ. ഒരുപാട് മലയാളി സ്റ്റുഡൻസ് ഇവിടെ പഠിക്കുന്നുണ്ട്. ഹോസ്റ്റലും അയലും ഒക്കെ നിയറസ്റ്റ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മളുടെ കാവേരി കോളേജ് വരുന്നത്. നമ്മുടെ യൂണിവേഴ്സിറ്റി വരുന്നത് രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയാണ്. പിന്നെ ഇവിടെ നഴ്സിംഗും അതുപോലെ നമ്മുടെ അലൈഡ് കോഴ്സിന് കീഴിൽ വരുന്ന എല്ലാ കോഴ്സും ഇവിടെ അവൈലബിൾ ആണ്. കൂടാതെ നമ്മുടെ മാനേജ്മെന്റ് കോഴ്സും അവൈലബിൾ ആണ്. അത്യാവശ്യം നല്ല എന്താ പറയുക ഇൻഫ്രാസ്ട്രക്ചർ ആണ് കോളേജിനുള്ളത്. അതുപോലെ നമുക്ക് ധൈര്യമായിട്ട് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും, കാരണം എല്ലാ രീതിയിലുള്ള അഫിലിയേഷനും കാര്യങ്ങളുള്ള കോളേജാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ കോളേജിന്റെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സോ അതുപോലെ അഡ്മിഷൻ എടുക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാം. ഓക്കെ.